കുട്ടികൾക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജീപ്പും സൈക്കിളും ഒക്കെ ആയിട്ട് മോർണിംഗ് ഇറങ്ങിയതാണ്. സൈക്കിൾ എടുക്കാതെ ഞാനിന്ന് ജീപ്പുമായിട്ട് ഇറങ്ങിയതിന് കാരണം ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രൗണ്ടിലെത്തി 2-3 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലൊക്കെ തുടങ്ങിയതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും ടയേർഡായി. പിന്നെ ഞാൻ പതുക്കെ കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചു. നിങ്ങൾ കളിക്കാനും സൈക്ലിങ്ങിനും ഒക്കെ വരുന്ന സ്ഥലമല്ലേ ഇത്. ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടേണ്ടത് നിങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഒക്കെ നമുക്കൊരു കവറിലാക്കി വേസ്റ്റ് ബിന്നിൽ ഇട്ടാലോ അങ്ങനെ പറഞ്ഞതും ഒരു മടിയും കൂടാതെ രണ്ടുപേരും ഗെയിംസ് ഒക്കെ ആയി സന്തോഷത്തോടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും സ്കൂളിൽ നിന്നും നല്ല ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെയൊന്നും വേസ്റ്റ് ചുമ്മാ വലിച്ചെറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വീട്ടിലുള്ള മുതിർന്നവരെ കൂടി കണ്ടാണല്ലോ അവർ വളരുന്നത്. അതുകൊണ്ട് നമ്മളും അവർക്കൊരു മാതൃകയാവേണ്ടതുണ്ട്. കുട്ടികളെ നല്ലൊരു സിറ്റിസൺ ആക്കുന്നതും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാക്കുന്നതും എല്ലാം നമ്മുടെ കൂടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് വളരട്ടെ അല്ലേ. ഇത് ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാസ്റ്റിക് എല്ലാം നേരെ പുഴയിലേക്കാണ് പോകുന്നത്. ഈ വേസ്റ്റ് ഇടുന്ന ചേട്ടന്മാർ ഈ വീഡിയോ കാണാൻ ഇനി ഈ വേസ്റ്റ് ഇവിടെ ഇടല്ല കേട്ടോ. കാരണം ഇവിടെ ഇനി വെള്ളപ്പൊക്കം അങ്ങനെ നീങ്ങി വന്നാൽ ഈ ഈ വേസ്റ്റ് എല്ലാം കൂടെ പോയിട്ട് പുഴയിലോട്ട് പോകും. ഞങ്ങൾ ഇതിനു മുമ്പും ഇതുപോലെ ഇവിടെ വന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇന്ന് ടയേർഡായി എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി ഭാഗം നാളെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഗ്രൗണ്ട് മാത്രമേ ഞങ്ങൾ ക്ലിയർ ചെയ്തുള്ളൂ. കുട്ടികളെയും കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.